ലൈഫ് മിഷൻ ഭവനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആർക്കെങ്കിലും വീട് കിട്ടിയ ഒരാളുടെ കൈ ഒന്നിക്കും. ഒരാളുണ്ട്. എന്താ പേര്? ഇവിടെയുണ്ട്. ഏതായാലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. 24-ാം തീയതിയാണ് ഈ 5 ലക്ഷം പൂർത്തിയാകുന്നത്. അന്ന് എല്ലാവരും അടുത്തുള്ള ആളെല്ലാം വിളിച്ചോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും, നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ആളുകളെല്ലാം എല്ലാവരും കൂടി വീട്ടിൽ പോവാം. ഈ 5 ലക്ഷം വീട്ടിലും പോകണം. 5 ലക്ഷം വീട്ടിലും പോയി കേക്ക് മുറിക്കുക. കേക്ക്. അപ്പോൾ എന്നോട് ഒരാൾ പറയാം, സഖാവെ മുറിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ വാർഡിൽ ഞാൻ നോക്കുമ്പോൾ ആകെ എണ്ണം 5 ലക്ഷത്തിൻ്റെ പട്ടികയിൽ 86 എണ്ണം ഉണ്ട്. 86 കേക്ക് ഞാൻ എവിടുന്നാണ് കൊണ്ടുവരിക? അവരത് ആലോചിക്കുന്നു. 86 എണ്ണം ഉണ്ട് ഒറ്റ വാർഡിൽ. എവിടെയായി മുറിക്കാൻ പറ്റുക? അവസാനം ഞാൻ പറഞ്ഞു, എന്നാൽ കേക്ക് വേണ്ട, ലഡു വാങ്ങിയാൽ വരുന്നു. മധുരം കൊടുക്കുക. ഒരു ആഹ്ലാദമല്ലേ? അത് ഇന്ന് വേണമെന്നില്ലല്ലോ. നിങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്താൻ പോവുകയാണ്. നമ്മളെല്ലാ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെല്ലാം വിളിച്ച് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇത് കേരളത്തിൻ്റെ ചരിത്രമല്ല, ലോകത്തൊരു മുതലാളിത്ത സമൂഹവും ഈ കേരളത്തിൻ്റെ ബദൽ പോലെ 5 ലക്ഷം പാവപ്പെട്ട മനുഷ്യന് തലചായ്ക്കാൻ ഇടമുണ്ടാക്കി കൊടുത്ത ഒരനുഭവവും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് പുറമെ മുതലാളിത്ത സമൂഹത്തിലില്ല. അതാണ് കേരളത്തിൻ്റെ ബദൽ. കേരളം അടയാളപ്പെടുത്തുകയാണ്. ഇത് നല്ല പോലെ മനസ്സിലാക്കാൻ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് വീടുണ്ട്, നമുക്ക് വസ്ത്രമുണ്ട്, നമുക്ക് ഭക്ഷണമുണ്ട്, നമുക്ക് ആശുപത്രി സംവിധാനമുണ്ട്. ലോകോത്തരമായ രീതിയിൽ അമേരിക്കയെക്കാളും മെച്ചപ്പെട്ട് നല്ല ആയുസ്സുണ്ട്. ആയുസില്ലേ? മറ്റിതര ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കിയാൽ നമ്മുടെ ആയുസ് 10 കൊല്ലത്ത് ബോണസുള്ളവരാ മലയാളി. ബോണസ് എന്ത്? ആയുസ് ബോണസ് 10 കൊല്ലം. നല്ല ആയുസാണ്. യൂറോപ്പിലേ ഉള്ളൂ ഇതുപോലെ ആയുസുള്ളവർ. കേരളത്തിലാണ് പിന്നെയുള്ളത്. അത്തരത്തിലാണ് നമ്മുടെ വളർച്ച. അപ്പോൾ നമുക്ക് ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പരിപാലനത്തിനുള്ള സംവിധാനമുണ്ട്. എല്ലാം ഗവൺമെൻറ് ആശുപത്രിയുണ്ട്. എല്ലാ സംവിധാനമുണ്ട്. പിന്നെ ഇനി എന്താ വേണ്ടേ? എന്താ വേണ്ടെന്നൊരു പിടുത്തമില്ല. നിങ്ങൾ പറ, എന്താ വേണ്ടേ? ഞാനീ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം നേടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ വേണ്ടേ? എന്തോ പറയണ്ടോ? അങ്ങനെ സമാധാനം മാത്രം പോരെ. സമാധാനം ഉണ്ടല്ലോ. 10 കൊല്ലമായിട്ട് ഒരു സമാധാന കുറവില്ലല്ലോ ഇവിടെ. ഉണ്ടോ? ഒരു വർഗീയ കലാവുമില്ല, വർഗീയ സംഘർഷവുമില്ല, യുക്കുമില്ല. സമാധാനമാണ്. എന്നാലും പോരാ. എന്നാലും ഒന്ന് പോകണം. തൊഴിലുണ്ട. തൊഴിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകല്ലേ. അത് ഞാൻ ഇനി പറയാൻ പോകുന്നതാണ്. എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റും കേരളത്തിൽ. തൊഴിലില്ലായ്മ പ്രശ്നം കേരളത്തിൽ പരിഹരിക്കും. അത് ഞാൻ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർന്നാലേ പിന്നെ എന്താ വേണ്ടേ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാവപ്പെട്ടവൻ ഇല്ലാതാക്കുന്നു. അപ്പോഴും നിങ്ങൾക്ക് ലോകം എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഹാപ്പിനെസ്, സന്തോഷാത്മകമായൊരു ജീവിതം. പണമുള്ളത് കൊണ്ടൊന്നും സന്തോഷം ഉണ്ടാവില്ല. നല്ല വീടുള്ളത് കൊണ്ടൊന്നും സന്തോഷം ഉണ്ടാവില്ല. സന്തോഷം ഉണ്ടാവണമെങ്കിൽ സന്തോഷാത്മകമായൊരു മനസ്സ് വേണം. ആ മനസ്സിന് നമ്മുടെ ബ്രെയിനിൽ തന്നെയുള്ള 4 പ്രധാനപ്പെട്ട അവയവങ്ങളുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക, ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം നടക്കണം 4 എണ്ണത്തിൽ. ഈ 4 എണ്ണം ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഇന്ന് വിശദീകരിക്കാൻ സമയമില്ല. 4 നമ്മുടെ ബ്രെയിനിൽ തന്നെയുള്ളതാണ്. ഒന്ന്, കൃത്യമായ വ്യായാമം വേണം. ആരെങ്കിലും ഈ കഠിനമായ പണിയൊന്നുമല്ല വ്യായാമം എന്ന് പറയുന്നത്. മനസ്സോട് ചേർന്ന വ്യായാമം. പിന്നെ പരസ്പരം അംഗീകരിക്കണം. അച്ഛൻ അമ്മേനെ അംഗീകരിക്കണം, അമ്മ അച്ഛനെ അംഗീകരിക്കണം, അച്ഛനെയും അമ്മേനെയും മക്കൾ അംഗീകരിക്കണം, മക്കൾ അച്ഛനും അമ്മയും അംഗീകരിക്കണം, അച്ഛനും അമ്മയും മക്കളും സമൂഹത്തെ അംഗീകരിക്കണം. പോരെ? ഇപ്പം അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കില്ല. ഒരംഗീകാരമില്ല. അച്ഛനും അമ്മയും അംഗീകരിക്കില്ല, അപ്പം അച്ഛനെയും അംഗീകരിക്കില്ല, മക്കൾ അച്ഛനെയും അമ്മയെയും അംഗീകരിക്കില്ല, മക്കളാ അച്ഛനും അമ്മയും അംഗീകരിക്കില്ല, സമൂഹത്തെ ആരും അംഗീകരിക്കില്ല. പിന്നെ വന്നാൽ വലിയ സന്തോഷം ഉണ്ടാകുക ഇല്ല. അപ്പോൾ ഇത് വേണം. രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് എന്തെങ്കിലും ചില സഹായം മനുഷ്യന് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഞാൻ പറയുമ്പം എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കും സഹായം കിട്ടുന്ന ആൾക്കൊരു സന്തോഷം. അല്ല, സഹായം കൊടുക്കുന്നവർക്കാണ് സന്തോഷം. സന്തോഷം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ സഹായം കൊടുത്താൽ ആ സഹായം കൊടുക്കുന്നത് ഏറ്റുവാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് കൊടുക്കുന്നയാൾക്ക്. ആ സന്തോഷം ഉണ്ടാവണം. അപ്പോൾ 3 എണ്ണമായി. ഇനി 1,
സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരസ്പരം ചിരിക്കാനും പറയാനും ചർച്ച ചെയ്യാനും എല്ലാമുള്ള സംവിധാനം വേണം. സാമൂഹ്യ ജീവിതം ഈ 4 ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷാത്മകമായ ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് നമുക്കതിലേക്ക് നീങ്ങണം.